JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയുടെ മോഡൽ എക്സാം ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. 2026 ഏറ്റവും പുതിയ സിലബസ് പ്രകാരം തയ്യാറാക്കിയ മോഡൽ എക്സാം ആണ്. അപ്പോൾ നമുക്ക് മോഡൽ എക്സാമിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതിന്റെ പ്രാഥമിക ഭാഷ എന്തായിരുന്നു? റോമൻ സാമ്രാജ്യത്തിന്റെ പ്രാഥമിക ഭാഷ എന്തായിരുന്നു? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ടല്ലേ. അതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? റോമൻ സാമ്രാജ്യത്തിന്റെ പ്രാഥമിക ഭാഷ എന്തായിരുന്നു? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ലാറ്റിൻ ഭാഷയായിരുന്നു അല്ലേ. എന്തായിരുന്നു റോമൻ സാമ്രാജ്യത്തിന്റെ പ്രാഥമിക ഭാഷ? എന്തായിരുന്നു? ലാറ്റിൻ ഭാഷ. അടുത്ത ക്വസ്റ്റ്യൻ. സീറോ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഏത് നാഗരികതയാണ്? സീറോ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഏത് നാഗരികതയാണ്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ. മെസോപ്പൊട്ടോമിയൻ ആണല്ലേ. സീറോ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് മെസോപ്പൊട്ടോമിയൻ നാഗരികതയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. സമൂഹത്തിലും സംസ്കാരത്തിലും ചെലുത്തിയ സ്വാധീനം മൂലം മനുഷ്യ ചരിത്രത്തിലെ നാഴികക്കല്ലായി കണക്കാക്കപ്പെടുന്നത് ഏതാണ്? സമൂഹത്തിലും സംസ്കാരത്തിലും ചെലുത്തിയ സ്വാധീനം മൂലം മനുഷ്യ ചരിത്രത്തിലെ നാഴികക്കല്ലായി കണക്കാക്കപ്പെടുന്നത് ഏതാണ്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ. മുകളിൽ പറഞ്ഞവയെല്ലാം ഗ്രീക്ക്, റോമൻ, വെങ്കലയുഗ സംസ്കാരം, നവോത്ഥാനം. സമൂഹത്തിലും സംസ്കാരത്തിലും ചെലുത്തിയ സ്വാധീനം മൂലം മനുഷ്യ ചരിത്രത്തിലെ നാഴികക്കല്ലായി കണക്കാക്കപ്പെടുന്നത് ഏതൊക്കെയാണ്? ഈ ഗ്രീക്ക്, റോമനും വെങ്കലയുഗ സംസ്കാരവും നവോത്ഥാനവും. അടുത്ത ക്വസ്റ്റ്യൻ. ഏത് മൗര്യ ചക്രവർത്തിയാണ് പിയാദേസി എന്ന പദവി സ്വീകരിച്ചത്? ഏത് മൗര്യ ചക്രവർത്തിയാണ് പിയാദേസി എന്ന പദവി സ്വീകരിച്ചത്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. അശോക ചക്രവർത്തിയാണല്ലേ. അശോകൻ എന്ന മൗര്യ ചക്രവർത്തിയാണ് പിയാദേസി എന്ന പദവി സ്വീകരിച്ചത്. ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. വേദകാല സാഹിത്യങ്ങളിൽ ഒന്നാണ് ആചാരങ്ങളുടെ പുസ്തകം എന്നറിയപ്പെടുന്നത്. വേദകാല സാഹിത്യങ്ങളിൽ ഒന്നാണ് ആചാരങ്ങളുടെ പുസ്തകം എന്നറിയപ്പെടുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഋഗ്വേദം, അഥർവ്വേദം, യജുർവേദം, സാമവേദം. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. യജുർവേദമാണല്ലേ. യജുർവേദം വേദകാല സാഹിത്യങ്ങളിൽ ഒന്നാണ് ആചാരങ്ങളുടെ പുസ്തകം എന്നറിയപ്പെടുന്നത്. ഏതാണ്? യജുർവേദം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവരില് ആരാണ് ജൈനമതം സ്വീകരിക്കുകയും തൻ്റെ ജീവിതത്തിന്റെ അവസാന ഭാഗം ശ്രാവണ ബലഗോളയില് ചെലവഴിക്കുകയും BC 232 അന്തരിച്ചത്? താഴെ പറയുന്നവരില് ആരാണ് ജൈനമതം സ്വീകരിക്കുകയും തൻ്റെ ജീവിതത്തിന്റെ അവസാന ഭാഗം ശ്രാവണ ബലഗോളയിൽ ചെലവഴിക്കുകയും BC 232 അന്തരിച്ചത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ചന്ദ്രഗുപ്ത 1 ആണല്ലേ. ചന്ദ്രഗുപ്ത 1. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് ഗുപ്ത സാമ്രാജ്യ കാലത്തെ പ്രമുഖ വ്യാപാര മാർഗം? താഴെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടല്ലേ. അതിൻ്റെ അകത്ത് ഏതാണ് ഗുപ്ത സാമ്രാജ്യ കാലത്തെ പ്രമുഖ വ്യാപാര മാർഗം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. പടിഞ്ഞാറൻ റൂട്ട്. പടിഞ്ഞാറൻ റൂട്ട്. അടുത്ത ക്വസ്റ്റ്യൻ. 1928 സൈമൺ കമ്മീഷൻ കേരളത്തിൽ വന്നതിനെതിരായ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ നേതാക്കളിൽ ആരാണ്? 1928 സൈമൺ കമ്മീഷൻ കേരളത്തിൽ വന്നതിനെതിരായ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ നേതാക്കളിൽ ആരാണ്? താഴെ പറയുന്നത് 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. KP കേശവമേനോൻ. KP കേശവമേനോൻ. അടുത്ത ക്വസ്റ്റ്യൻ. സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ ഏത് സ്മാരകമാണ് യഥാർത്ഥ കമാനങ്ങളുടെ ആദ്യ ഉദാഹരണമായി കണക്കാക്കുന്നത്? സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ ഏത് സ്മാരകമാണ് യഥാർത്ഥ കമാനങ്ങളുടെ ആദ്യ ഉദാഹരണമായി കണക്കാക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ബാൽബന്റെ ശവകുടീരം, ഡൽഹി. ബാൽബന്റെ ശവകുടീരം, ഡൽഹി. അടുത്ത ക്വസ്റ്റ്യൻ.
ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്തം ആർക്കാണ്? ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്തം ആർക്കാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ, കെ കേളപ്പൻ. കെ കേളപ്പനാണ് ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്തം. കെ കേളപ്പൻ. അടുത്ത ക്വസ്റ്റ്യൻ. ദിഘാനികായ എന്ന ബുദ്ധമത കേന്ദ്രം ഏത് ലക്ഷ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദിഘാനികായ എന്ന ബുദ്ധമത കേന്ദ്രം ഏത് ലക്ഷ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം എന്ന് കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, വിശദമായ ഉപദേശപരമായ വിശദീകരണം. വിശദമായ ഉപദേശപരമായ വിശദീകരണം. അടുത്ത ക്വസ്റ്റ്യൻ. ജൈനമതത്തിന്റെ പശ്ചാത്തലത്തിൽ മഹാവീരൻ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്? ജൈനമതത്തിന്റെ പശ്ചാത്തലത്തില് മഹാവീരൻ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, ജൈന തത്വചിന്തയുടെ തൂണുകൾ സ്ഥാപിക്കൽ. ജൈന തത്വചിന്തയുടെ തൂണുകൾ സ്ഥാപിക്കൽ. വർത്തമാനകാലവും ഭൂതകാലവുമായുള്ള നിരന്തര സംഭാഷണമാണ് ചരിത്രം എന്ന് നിർവചിച്ചത്? വർത്തമാനകാലവും ഭൂതകാലവുമായുള്ള നിരന്തര സംഭാഷണമാണ് ചരിത്രം എന്ന് നിർവചിച്ചത്? 4 ഓപ്ഷൻസ് ഉണ്ട് താഴെ. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, EH കാറ്. വർത്തമാനകാലവും ഭൂതകാലവുമായുള്ള നിരന്തര സംഭാഷണമാണ് ചരിത്രം എന്ന് നിർവചിച്ചവരാണ് EH കാറ്. അടുത്ത ക്വസ്റ്റ്യൻ. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെടാത്ത രാഷ്ട്രം? രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെടാത്ത രാഷ്ട്രം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, ബ്രിട്ടൻ ആണല്ലേ. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട അച്ചുതണ്ട് ശക്തികൾ ഉൾപ്പെടാത്ത രാഷ്ട്രം ഏതാണ്? ബ്രിട്ടൻ. അടുത്ത ക്വസ്റ്റ്യൻ. സൗരപഞ്ചാംഗം താഴെ പറയുന്നവയിൽ ഏത് നാഗരികതയുമായി ബന്ധപ്പെടുത്തിയാണ് ചർച്ച ചെയ്യാറുള്ളത്? സൗരപഞ്ചാംഗം താഴെ പറയുന്നവയിൽ ഏത് നാഗരികതയുമായി ബന്ധപ്പെടുത്തിയാണ് ചർച്ച ചെയ്യാറുള്ളത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ഈജിപ്ത്യൻ. സൗരപഞ്ചാംഗം ഈജിപ്ത്യൻ നാഗരികതയുമായി ബന്ധപ്പെടുത്തിയാണ് ചർച്ച ചെയ്യാറുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. വുഡ്രോ വിൽസൺ തയ്യാറാക്കിയ 14 പരിപാടി ചർച്ച ചെയ്യാൻ പാരീസ് സമ്മേളനം ചേർന്ന വർഷം? വുഡ്രോ വിൽസൺ തയ്യാറാക്കിയ 14 പരിപാടി ചർച്ച ചെയ്യാൻ പാരീസ് സമ്മേളനം ചേർന്ന വർഷം? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏത് വർഷമാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? 1919. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 1919. അടുത്ത ക്വസ്റ്റ്യൻ. ഫെബ്രുവരി വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്? ഫെബ്രുവരി വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഫെബ്രുവരി വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ആരാണ്? കണ്ടുപിടിച്ചോ? ആരാണ്? മെൻഷെവിക്കുകളാണ് അല്ലെ, മെൻഷെവിക്കുകളാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. മെൻഷെവിക്കുകൾ. ഫെബ്രുവരി വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് മെൻഷെവിക്കുകൾ. അടുത്ത ക്വസ്റ്റ്യൻ. വാർത്താവിനിമയം താഴെ തന്നിട്ടുള്ളവയിൽ ഏതു മേഖലയിലാണ് ഉൾപ്പെടുന്നത്? വാർത്താവിനിമയം താഴെ തന്നിട്ടുള്ളവയിൽ ഏതു മേഖലയിലാണ് ഉൾപ്പെടുന്നത്? 4 ഓപ്ഷൻസ് താഴെ ഉണ്ടല്ലേ. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, തൃതീയ മേഖല. ടെറിട്ടറി സെക്ടർ. ടെറിട്ടറി സെക്ടറിലാണ്, അതായത് തൃതീയ മേഖല. വാർത്താവിനിമയം തൃതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെടുത്തി പറയാവുന്നത്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെടുത്തി പറയാവുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഏതാണ് ശരി ഉത്തരം? എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, വിപ്ലവങ്ങളുടെ മാതാവ്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നാണ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെടുത്തി പറയാവുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ബുദ്ധനും ബുദ്ധന്റെ സുവിശേഷവും ആരുടെ കൃതിയാണ്? ബുദ്ധനും ബുദ്ധന്റെ സുവിശേഷവും ആരുടെ കൃതിയാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, ആനന്ദകുമാരസ്വാമി. ആരാണ്? ബുദ്ധനും ബുദ്ധന്റെ സുവിശേഷവും ആരുടെ കൃതിയാണ്? ആനന്ദകുമാരസ്വാമി. അടുത്ത ക്വസ്റ്റ്യൻ. വർത്തമാന മഹാവീന്റെ ജനന കാലയളവായി കരുതാവുന്നത്?
വർത്തമാന മഹാവീന്റെ ജനന കാലയളവായി കരുതാവുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, BC 540 ആണല്ലേ വർത്തമാന മഹാവീന്റെ ജനന കാലയളവായി കരുതാവുന്നത്. BC 540. അടുത്ത ക്വസ്റ്റ്യൻ. അഷ്ടാംഗ മാർഗങ്ങളെ മോക്ഷപ്രാപ്തിക്കായി നിർദ്ദേശിച്ച മതം. അഷ്ടാംഗ മാർഗങ്ങളെ മോക്ഷപ്രാപ്തിക്കായി നിർദ്ദേശിച്ച മതം. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. എല്ലാവർക്കും അറിയാവുന്ന ചോദ്യം അല്ലേ? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, ബുദ്ധമതമാണല്ലേ. അഷ്ടാംഗ മാർഗങ്ങളെ മോക്ഷപ്രാപ്തിക്കായി നിർദ്ദേശിച്ച മതം ഏതാണ്? ബുദ്ധമതം. അടുത്ത ക്വസ്റ്റ്യൻ. അശോക ചക്രവർത്തിയുടെ ശിലാശാസനങ്ങളിൽ ഏറ്റവും വലുത്. അശോക ചക്രവർത്തിയുടെ ശിലാശാസനങ്ങളിൽ ഏറ്റവും വലുത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, 13. അശോക ചക്രവർത്തിയുടെ ശിലാശാസനങ്ങളിൽ ഏറ്റവും വലുത് ഏതാണ്? 13. അടുത്ത ക്വസ്റ്റ്യൻ. പ്രസിദ്ധമായ ചില ചിത്രങ്ങളുടെ പേരുകളാണ് താഴെ കൊടുക്കുന്നത്. അവയിൽ മൈക്കേൽ ആഞ്ചലോയുടെ സൃഷ്ടി ഏതാണ്? എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണല്ലേ. പ്രസിദ്ധമായ ചില ചിത്രങ്ങളുടെ പേരുകളാണ് താഴെ ഓപ്ഷൻ്റെ അകത്ത് നൽകിയിട്ടുള്ളത്. അവയിൽ മൈക്കൽ ആഞ്ചലോയുടെ സൃഷ്ടി ഏതാണ്? 4 ഓപ്ഷൻസിനകത്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാണോ അല്ലേ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, അന്ത്യവിധി. അന്ത്യവിധിയാണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. മൗറോളി സ്തംഭമായി യോജിക്കുന്നത്. മെഹ്റോളി സ്തംഭമായി യോജിക്കുന്നത്. 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ് മെഹ്റോളി സ്തംഭവുമായി യോജിക്കുന്നത്? ഈ താഴെ പറയുന്ന 4 ഓപ്ഷൻ്റെ അകത്ത് ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, ഇന്ത്യയിലെ ആദ്യ ഇരുമ്പ് സ്തംഭം. അതാണ് മെഹ്റോളി സ്തംഭം ആയി യോജിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. അക്ബർ കാബൂളിലേക്ക് പട നയിച്ച വർഷം. സാധാരണ എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്, പക്ഷെ തെറ്റിപ്പോവും അല്ലേ. അക്ബർ കാബൂളിലേക്ക് പട നയിച്ച വർഷം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, 1581 അക്ബർ കാബൂളിലേക്ക് പട നയിച്ച വർഷം. അടുത്ത ക്വസ്റ്റ്യൻ. സൽത്തനത്ത് ഭരണകാലത്ത് വളർന്നു വികസിച്ച നഗരങ്ങളിൽ പെടുന്നത്. സൽത്തനത്ത് ഭരണകാലത്ത് വളർന്നു വികസിച്ച നഗരങ്ങളിൽ പെടുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ബ്രോച്ച്. ബ്രോച്ച് ആണ് കറക്റ്റ് ആൻസർ. ബ്രോച്ച്. അടുത്ത ക്വസ്റ്റ്യൻ. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണകാലയളവായി കണക്കാക്കാവുന്നത്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണകാലയളവായി കണക്കാക്കുന്നത് ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, 1324 51 മുഹമ്മദ് തുഗ്ലക്കിന്റെ ഭരണകാലയളവായി കണക്കാക്കാവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വിജയനഗര സാമ്രാജ്യ കാലഘട്ടത്തിൽ എത്തിയ വിദേശ സഞ്ചാരികളിൽ ചിലരുടെ പേരാണ് താഴെ ചേർക്കുന്നത്. ഇവരിൽ പോർച്ചുഗൽ സ്വദേശി ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിജയനഗര സാമ്രാജ്യ കാലഘട്ടത്തിൽ എത്തിയ വിദേശ സഞ്ചാരികളിൽ ചിലരുടെ പേരാണ് താഴെ ചേർക്കുന്നത്. ഇവരിൽ പോർച്ചുഗൽ സ്വദേശി ആരാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആരാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ, ഡൊമിംഗോ പയസ്. ഡൊമിംഗോ പയസ് ആണ് പോർച്ചുഗൽ സ്വദേശി. അടുത്ത ക്വസ്റ്റ്യൻ. ദത്തവകാശ നിരോധന നിയമത്തെ തുടർന്ന് അവസാനമായി കൂട്ടിച്ചേർക്കപ്പെട്ട രാജ്യം. 4 ഓപ്ഷൻസ് താഴെയുണ്ടല്ലേ. അതിൻ്റെ അകത്ത് ദത്തവകാശ നിരോധന നിയമത്തെ തുടർന്ന് അവസാനമായി കൂട്ടിച്ചേർക്കപ്പെട്ട രാജ്യം ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, ഔദ്. ഔദാണ് അവസാനമായി കൂട്ടിച്ചേർക്കപ്പെട്ട രാജ്യം. അടുത്ത ക്വസ്റ്റ്യൻ. ശ്രീ വീരപാണ്ഡ്യ കട്ടബൊമ്മനുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ട സ്ഥലം. ശ്രീ വീരപാണ്ഡ്യ കട്ടബൊമ്മനുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ട സ്ഥലം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, പാഞ്ചാലം കുറിച്ചി. പാഞ്ചാലം കുറിച്ചിയാണ് കറക്റ്റ് ആൻസർ. പാഞ്ചാലം കുറിച്ചി. അടുത്ത ക്വസ്റ്റ്യൻ. മുണ്ട ഗോത്രവർഗ കലാപം നടന്ന സ്ഥലം. മുണ്ട ഗോത്രവർഗ കലാപം നടന്ന സ്ഥലം. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ് മുണ്ട ഗോത്രവർഗ കലാപം നടന്ന സ്ഥലം? തെക്കൻ റാഞ്ചിയാണ് അല്ലേ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. തെക്കൻ റാഞ്ചിയാണ് മുണ്ട ഗോത്രവർഗ കലാപം നടന്ന സ്ഥലം.
1815 വാട്ടർലൂ യുദ്ധത്തിന്റെ പ്രാധാന്യം എന്തായിരുന്നു? 1815 വാട്ടർലൂ യുദ്ധത്തിന്റെ പ്രാധാന്യം എന്തായിരുന്നു? ആർക്കൊക്കെ അറിയാം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. ഇത് നെപ്പോളിയൻ ബോണോപ്പാർട്ടിന്റെ പരാജയത്തെ അടയാളപ്പെടുത്തി. ഇത് നെപ്പോളിയൻ ബോണോപ്പാർട്ടിന്റെ പരാജയത്തെ അടയാളപ്പെടുത്തി. അടുത്ത ക്വസ്റ്റ്യൻ. നിരവധി ഭാഷകൾ എഴുതാൻ ഉപയോഗിച്ചിരുന്നതും വെഡ്ജ് ആകൃതിയിലുള്ള ഇംപ്രഷൻ ഉള്ളതുമായ ആദ്യകാല എഴുത്തു സമ്പ്രദായം എന്താണെന്ന് പറയുക. നിരവധി ഭാഷകൾ എഴുതാൻ ഉപയോഗിച്ചിരുന്നതും വെഡ്ജ് ആകൃതിയിലുള്ള ഇംപ്രഷനുകൾ ഉള്ളതുമായ ആദ്യകാല എഴുത്ത് സമ്പ്രദായം എന്താണെന്ന് പറയുക. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. ക്യൂണിഫോം ആണല്ലേ. ക്യൂണിഫോം. അടുത്ത ക്വസ്റ്റ്യൻ. സാരേ ജഹാംസെ അച്ച എന്ന പ്രശസ്ത കവിത എഴുതിയ കവിയുടെ പേര്. സാരേ ജഹാംസെ അച്ച എന്ന പ്രശസ്ത കവിത എഴുതിയ കവിയുടെ പേര് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. ആരാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ആരാണ്? ഓപ്ഷൻ സി ആണല്ലേ. മുഹമ്മദ് ഇക്ബാൽ ആണ് സാരേ ജഹാംസെ അച്ച എന്ന പ്രശസ്ത കവിത എഴുതിയ കവി. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റിന്റെ പേര്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റിന്റെ പേര്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ആനി ബസന്റ് ആണല്ലേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? ആനി ബസന്റ്. അടുത്ത ക്വസ്റ്റ്യൻ. സംഘയുഗത്തിൽ ഉമനാർ എന്ന പദം ആരെയാണ് പരാമർശിക്കുന്നത്? സംഘയുഗത്തില് ഉമനാർ എന്ന പദം ആരെയാണ് പരാമർശിക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. ഉപ്പ് ചില്ലറ വ്യാപാരികൾ. അടുത്ത ക്വസ്റ്റ്യൻ. കംഫട്ട് ഉൾക്കടലിനോട് ചേർന്നുള്ള ലോതൽ എന്തിനാണ് അറിയപ്പെടുന്നത്? കംഫട്ട് ഉൾക്കടലിനോട് ചേർന്നുള്ള ലോതൽ എന്തിനാണ് അറിയപ്പെടുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കംഫട്ട് ഉൾക്കടലിനോട് ചേർന്നുള്ള ലോതൽ എന്തിനാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണല്ലേ. സമുദ്ര പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇനി പറയുന്ന വാക്യങ്ങളിൽ ഏതാണ് ശരി? എ. ചരിത്രം ഒരു സ്വത്വബോധം നൽകുന്നു. ബി. ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും സ്പർശിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് ചരിത്രം പഠിപ്പിക്കുന്നില്ല. 3. സി. ഇന്ത്യൻ ചരിത്രത്തിന്റെ പിതാവ് എന്നാണ് CRS ശർമ്മ അറിയപ്പെടുന്നത്. ഡി. ഒരു പ്രത്യേക വസ്തുവുമായോ വ്യക്തിയുമായോ ബന്ധപ്പെട്ട സംഭവങ്ങളുടെ മുഴുവൻ പരമ്പരയുമാണ് ചരിത്രം. ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഇനി പറയുന്ന വാക്യങ്ങളിൽ ഏതാണ് ശരി? ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ. എ ആൻഡ് ഡി. ചരിത്രം ഒരു സ്വത്വബോധം നൽകുന്നു. ഓപ്ഷൻ ഡി. ഒരു പ്രത്യേക വസ്തുവുമായോ വ്യക്തിയുമായോ ബന്ധപ്പെട്ട സംഭവങ്ങളുടെ മുഴുവൻ പരമ്പരയുമാണ് ചരിത്രം. അടുത്ത ക്വസ്റ്റ്യൻ. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് കിടങ്ങുകളിൽ പോരാടിയ സൈനികർക്ക് നൽകിയ പേര്. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് കിടങ്ങുകളിൽ പോരാടിയ സൈനികർക്ക് നൽകിയ പേര്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. ഡോഫ് ബോയ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ സ്ത്രീ പുരുഷ അനുപാതമുള്ള കേരളത്തിലെ 4 ജില്ലകളിൽ അവരോഹണ ക്രമത്തിലാക്കുക. ഡിസെൻഡിങ് ഓർഡർ. 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ സ്ത്രീ പുരുഷ അനുപാതമുള്ള കേരളത്തിലെ 4 ജില്ലകള് അവരോഹണ ക്രമത്തിലാക്കുക. ഡിസെൻഡിങ് ഓർഡറിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ, ബി, സി, ഡി. ഒന്നാക്കി. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. കണ്ണൂര്, പത്തനംതിട്ട, കൊല്ലം, തൃശ്ശൂര്. കണ്ണൂര് അവരോഹണ ക്രമത്തിലാക്കുമ്പോൾ കണ്ണൂര്, പത്തനംതിട്ട, കൊല്ലം, തൃശ്ശൂര്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ബംഗാൾ വിഭജനം ബ്രിട്ടീഷുകാർ പിൻവലിച്ച വർഷം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. 1911 ബംഗാൾ വിഭജനം ബ്രിട്ടീഷുകാര് പിൻവലിച്ച വർഷം 1911. അടുത്ത ക്വസ്റ്റ്യൻ. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തില് ഖേഡ കർഷക സമരം നടന്ന സ്ഥലം ഇന്നത്തെ ഏത് ഇന്ത്യൻ സംസ്ഥാന പരിധിയിലാണ്? മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തില് ഖേഡ കർഷക സമരം നടന്ന സ്ഥലം ഇന്നത്തെ ഏത് ഇന്ത്യൻ സംസ്ഥാന പരിധിയിലാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്.
ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ഗുജറാത്തിലാണല്ലേ. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഖേഡ കർഷക സമരം നടന്ന സ്ഥലം ഇന്നത്തെ ഗുജറാത്ത്. ഏതാണ്? ഗുജറാത്ത് ഇന്ത്യൻ സംസ്ഥാന പരിധിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. പൂർണ്ണ സ്വരാജ് ലക്ഷ്യവുമായി അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം. പൂർണ്ണ സ്വരാജ് ലക്ഷ്യമായി അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, ലാഹോർ സമ്മേളനമാണ്. ലാഹോർ കോൺഗ്രസ് സമ്മേളനമാണ് പൂർണ്ണ സ്വരാജ് ലക്ഷ്യമായി അംഗീകരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇളങ്കോ അടികളുടെ ആസ്ഥാനമായിരുന്നു എന്ന് കരുതപ്പെടുന്നത്. ഇളങ്കോ അടികളുടെ ആസ്ഥാനമായിരുന്നു എന്ന് കരുതപ്പെടുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, തൃക്കണാമതിലകം. തൃക്കണാമതിലകമാണ് കറക്റ്റ് ആൻസർ. തൃക്കണാമതിലകം. അടുത്ത ക്വസ്റ്റ്യൻ. 1695 ബ്രിട്ടീഷുകാർ കേരളത്തിൽ നിർമ്മിച്ച ചതുരാകൃതിയിലുള്ള കോട്ട. 1695 ബ്രിട്ടീഷുകാർ കേരളത്തിൽ നിർമ്മിച്ച ചതുരാകൃതിയുള്ള കോട്ട ഏതാണ്? 4 കോട്ടയുടെ പേര് താഴെ കൊടുത്തിട്ടുണ്ടല്ലേ. അതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, അഞ്ചുതെങ്ങു കോട്ട. 1695 ബ്രിട്ടീഷുകാർ കേരളത്തിൽ നിർമ്മിച്ച ചതുരാകൃതിയുള്ള കോട്ടയാണ് അഞ്ചുതെങ്ങു കോട്ട. അടുത്ത ക്വസ്റ്റ്യൻ. പാലിയം ചേപ്പേട് ആയി ബന്ധപ്പെട്ട രാജാവ്. പാലിയം ചേപ്പേടുമായി ബന്ധപ്പെട്ട രാജാവ്. 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പാലിയം ചേപ്പേടുമായി ബന്ധപ്പെട്ട രാജാവ് ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, വിക്രമാദിത്യ വരഗുണൻ. വിക്രമാദിത്യ വരഗുണനാണ് പാലിയം ചേപ്പേടുമായി ബന്ധപ്പെട്ട രാജാവ്. അടുത്ത ക്വസ്റ്റ്യൻ. വാനവരമ്പൻ എന്ന് വിശേഷിക്കപ്പെട്ടിരുന്നതായി കരുതപ്പെടുന്ന ചേര രാജാവ്. വാനവരമ്പൻ എന്ന് വിശേഷിക്കപ്പെട്ടിരുന്നതായി കരുതുന്ന ചേര രാജാവ് ആരാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിൽ ഏതാണ് ശരിയെന്ന് കണ്ടുപിടിച്ചോ. ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, ഉദിയൻ ചേരലാതൻ. ഉദിയൻ ചേരലാതനാണ് വാനവരമ്പൻ എന്ന് വിശേഷിക്കപ്പെടുന്നതായി കരുതുന്ന ചേര രാജാവ്. ഉദിയൻ ചേരലാതൻ. അടുത്ത ക്വസ്റ്റ്യൻ. ശ്രീ ശങ്കരാചാര്യരുടെ ശിവാനന്ദ ലഹരി, ശങ്കരവിജയം എന്നീ കൃതികളിൽ പരാമർശിക്കപ്പെടുന്ന മഹോദയപുരത്തെ രാജാവ്. ശ്രീ ശങ്കരാചാര്യരുടെ ശിവാനന്ദ ലഹരി, ശങ്കരവിജയം എന്നീ കൃതികളിൽ പരാമർശിക്കപ്പെടുന്ന മഹോദയപുരത്തെ രാജാവ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, രാജശേഖരവർമ്മ. രാജശേഖരവർമ്മയാണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. ആശ്ചര്യ ചൂടാമണിയുടെ കർത്താവ്. ആശ്ചര്യ ചൂടാമണിയുടെ കർത്താവ്. 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ആശ്ചര്യ ചൂടാമണിയുടെ കർത്താവ്? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ശക്തിഭദ്രനാണ് ആശ്ചര്യ ചൂടാമണിയുടെ കർത്താവ്. ശക്തിഭദ്രൻ. അടുത്ത ക്വസ്റ്റ്യൻ. മാന്നാർ ഉടമ്പടിയിൽ കായംകുളം രാജാവിനൊപ്പം ഒപ്പുവെച്ച രാജാവ്. മാന്നാർ ഉടമ്പടിയിൽ കായംകുളം രാജാവിനൊപ്പം ഒപ്പുവെച്ച രാജാവ് ആരാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലേ, മാർത്താണ്ഡവർമ്മ രാജാവാണല്ലേ. മാന്നാർ ഉടമ്പടിയിൽ കായംകുളം രാജാവിനോടൊപ്പം ഒപ്പുവെച്ച രാജാവാണ് മാർത്താണ്ഡവർമ്മ. അടുത്ത ക്വസ്റ്റ്യൻ. തിരുവിതാംകൂർ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യ പ്രധാനമന്ത്രി. തിരുവിതാംകൂർ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ഓപ്ഷൻസ് 4 ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, രാജാ കേശവദാസനാണ് തിരുവിതാംകൂർ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി. രാജാ കേശവദാസൻ. അടുത്ത ക്വസ്റ്റ്യൻ. വേലുത്തമ്പിയുടെ ചരിത്രപ്രസിദ്ധമായ കുണ്ടറ വിളംബരം നടന്നത് AD 1809 തന്നിട്ടുള്ളവയിൽ ഏത് ദിവസമാണ് ഇത് നടന്നത്? 4 ഓപ്ഷൻസ് താഴെയുണ്ടല്ലേ. 4 ദിവസമാണ് താഴെ തന്നിട്ടുള്ളത്. ഏതാണ് ഈ വേലുത്തമ്പിയുടെ ചരിത്രപ്രസിദ്ധമായ കുണ്ടറ വിളംബരം നടന്നത്? AD 1809 തന്നിട്ടുള്ളതിൽ ഏത് ദിവസമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ദിവസമാണ്? ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഏത് ദിവസമാണ്? ഓപ്ഷൻ സി ആണല്ലോ, ജനുവരി 11 1809 ജനുവരി 11. അടുത്ത ക്വസ്റ്റ്യൻ.
മരണത്തിന് പോലും മായ്ക്കാനാവാത്ത ആരാധനാസ്പർശിയായ സ്നേഹാദരങ്ങളോടെ ജനങ്ങൾ വീക്ഷിച്ചിരുന്ന രാജാവ് എന്ന് TH ബാബർ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ട നായകനായിരുന്ന രാട്ടുരാജാവ് ആരാണ്? മരണത്തിന് പോലും മായ്ക്കാനാവാത്ത ആരാധനാസ്പർശിയായ സ്നേഹാദരങ്ങളോടെ ജനങ്ങൾ വീക്ഷിച്ചിരുന്ന രാജാവ് എന്ന് TH ബാബർ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ട നായകനായിരുന്ന നാട്ടുരാജാവ്. ഈ താഴെ പറയുന്ന 4 ഓപ്ഷനകത്ത് ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, കേരളവർമ്മ പഴശ്ശിരാജ. കേരളവർമ്മ പഴശ്ശിരാജയാണല്ലേ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ട നായകനായിരുന്ന നാട്ടുരാജാവ്. കേരളവർമ്മ പഴശ്ശിരാജ. അടുത്ത ക്വസ്റ്റ്യൻ. 1808 ഡിസംബർ മാസത്തിൽ ബ്രിട്ടീഷ് റെസിഡന്റിന്റെ കൊച്ചി വസതി ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത കൊച്ചി പ്രധാനമന്ത്രി. 1808 ഡിസംബർ മാസത്തില് ബ്രിട്ടീഷ് റെസിഡന്റിന്റെ ആ കൊച്ചി വസതി ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത കൊച്ചി പ്രധാനമന്ത്രി. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ, പാലിയത്തച്ഛനാണ്. 1808 ഡിസംബർ മാസത്തില് ബ്രിട്ടീഷ് റെസിഡന്റിന്റെ കൊച്ചി വസതി ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത കൊച്ചി പ്രധാനമന്ത്രി ആരാണ്? പാലിയത്തച്ഛൻ. പാലിയത്തച്ഛനാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. തിരുവിതാംകൂറില് വിദ്യാഭ്യാസം സർക്കാർ ചെലവിലാക്കി വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി. തിരുവിതാംകൂറില് വിദ്യാഭ്യാസം സർക്കാർ ചെലവിലാക്കി വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, ഗൗരി പാർവതിബായി. തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസം സർക്കാർ ചെലവിലാക്കി വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് ഗൗരി പാർവതിബായി. അടുത്ത ക്വസ്റ്റ്യൻ. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, ശ്രീ ചട്ടമ്പി സ്വാമികളാണ് വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. അടുത്ത ക്വസ്റ്റ്യൻ. പൂർവതീര കനാലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ദേശീയ ജലപാത. പൂർവതീര കനാലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ദേശീയ ജലപാത. 4 ഓപ്ഷൻസ് ഉണ്ട്. 4 ദേശീയ ജലപാതകളാണല്ലേ താഴെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ഏതാണ് പൂർവതീര കനാലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ദേശീയ ജലപാത? കണ്ടുപിടിച്ചോ? ഏതാണ്? ദേശീയ ജലപാത 5 NW5. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ദേശീയ ജലപാത 5 ആണ് പൂർവതീര കനാലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ദേശീയ ജലപാത. അടുത്ത ക്വസ്റ്റ്യൻ. മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം. മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, 1925 മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം. അടുത്ത ക്വസ്റ്റ്യൻ. ശ്രീ അയ്യങ്കാളിയുടെ ജന്മദേശം. ശ്രീ അയ്യങ്കാളിയുടെ ജന്മദേശം താഴെ പറയുന്ന 4 ഓപ്ഷനകത്ത് ഏതാണ്? എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. ഏതാണ്? വെങ്ങാനൂർ ആണല്ലേ, വെങ്ങാനൂർ ആണ് ശരി ഉത്തരം. ശ്രീ അയ്യങ്കാളിയുടെ ജന്മദേശം ഓപ്ഷൻ ബി ആണ്, വെങ്ങാനൂർ. അടുത്ത ക്വസ്റ്റ്യൻ. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട ഭരണാധികാരി. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട ഭരണാധികാരി താഴെ പറയുന്നതിനകത്ത് 4-ന്റെ ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? ശ്രീമൂലം തിരുനാളാണല്ലേ ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട ഭരണാധികാരി, ശ്രീമൂലം തിരുനാൾ. 2023-24 ഇന്ത്യയുടെ അന്തർദേശീയ കച്ചവടവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശരിയായിട്ടുള്ളത് ഏതൊക്കെ? 4 പ്രസ്താവനകളാണ് താഴെ തന്നിട്ടുള്ളത് അല്ലേ. അതിൻ്റെ അകത്ത് 2023-24 ഇന്ത്യയുടെ അന്തർദേശീയ കച്ചവടവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആണ് ഉള്ളത്. അത് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് നോക്കാം. ഒന്നാമത്തേത്, ഏറ്റവും വലിയ വ്യാപാര പങ്കാളി രാജ്യമാണ് ചൈന. 2, ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വ്യാപാര മെച്ചമുള്ളത് USA-യുമായാണ്. 3, ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വ്യാപാര മെച്ചമുള്ളത് ചൈനയുമായിട്ടാണ്. 4, ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളി രാജ്യമാണ് USA. അപ്പോൾ ഇതിൻ്റെ അകത്ത് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. 1, 2, 4 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഒന്നാമത്തേതാണ് ഏറ്റവും വലിയ വ്യാപാര പങ്കാളി രാജ്യമാണ് ഇന്ത്യ. പിന്നെ ഏതാണ്? രണ്ടാമത്തേത് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വ്യാപാര മെച്ചമുള്ളത് USA-യുമാണ്. പിന്നെ ശരിയായിട്ടുള്ളത് 4-മത്തേതാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളി രാജ്യവുമാണ് USA. അടുത്ത ക്വസ്റ്റ്യൻ.
ഒരു രാഷ്ട്രം എന്ന ആശയം ഒരു ദേശം എന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. പ്രധാനമായും കാരണം. ഒരു രാഷ്ട്രം എന്ന ആശയം ഒരു ദേശം എന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. പ്രധാനമായും കാരണം. 4 പ്രസ്താവനകൾ താഴെ തന്നിട്ടുണ്ട് അല്ലേ? അതിൻ്റെ അകത്ത് ഒന്നാമത്തെ നോക്കാം. 1, രാഷ്ട്രങ്ങൾ എല്ലായ്പ്പോഴും സംസ്ഥാനങ്ങളെക്കാൾ വലുതാണ്. 2, രാഷ്ട്രങ്ങൾ പങ്കിട്ട സാംസ്കാരിക സവിശേഷതകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്, അതേസമയം സംസ്ഥാനങ്ങൾ രാഷ്ട്രീയ സ്ഥാപനങ്ങളാണ്. 3, രാഷ്ട്രങ്ങൾ എല്ലായ്പ്പോഴും പരമാധികാരമുള്ളവയാണ്, അതേസമയം സംസ്ഥാനങ്ങൾ ആയിരിക്കില്ല. 4, രാഷ്ട്രങ്ങൾ എല്ലായ്പ്പോഴും ജനാധിപത്യപരമാണ്, അതേസമയം സംസ്ഥാനങ്ങൾക്ക് സ്വേച്ഛാധിപത്യമായിരിക്കും. ഇതിൽ കാരണങ്ങൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1, ഓപ്ഷൻ എ, ബി, സി, ഡി ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ഉള്ളി 2. രണ്ടാമത്തേത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതായതാണ് രാഷ്ട്രങ്ങൾ പങ്കിട്ട സാംസ്കാരിക സവിശേഷത അടിസ്ഥാനമാക്കിയുള്ളതാണ്, അതേസമയം സംസ്ഥാനങ്ങൾ രാഷ്ട്രീയ സ്ഥാപനങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ജ്ഞാനശാസ്ത്രപരമായി പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും തമ്മിലുള്ള സാമ്യം താഴെ പറയുന്നവയിൽ ഏതാണ്? 4 പ്രസ്താവനകളാണ് താഴെ തന്നിട്ടുള്ളത് അല്ലേ? അതിൻ്റെ അകത്ത് ജ്ഞാനശാസ്ത്രപരമായി പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും തമ്മിലുള്ള സാമ്യം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത്, കുറച്ച് ആളുകൾക്ക് പൗരത്വാവകാശങ്ങൾ നൽകാൻ ഇരുവരും ആഗ്രഹിക്കുന്നു. 2, അരിസ്റ്റോട്ടിൽ അടിമത്തത്തിന്റെ സ്ഥാപനത്തിൽ വിശ്വസിച്ചിരുന്നില്ല. 3, ധാർമ്മികതയും രാഷ്ട്രീയവും വേർപെടുത്തേണ്ടതില്ലെന്ന് ഇരുവരും വിശ്വസിച്ചു. 4, പ്ലേറ്റോ യുക്തിയിലൂടെ പ്രാപ്യമായ സഹജമായ അറിവിന് ഊന്നൽ നൽകി, അതേസമയം അരിസ്റ്റോട്ടിൽ അനുഭവപരമായ നിരീക്ഷണത്തിനും പ്രേരണയ്ക്കും മുൻഗണന നൽകി. ഓപ്ഷൻ എ, ബി, സി, ഡി ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ഉള്ളി 1 and 3. 1 ഏതാണ്? കുറച്ച് ആളുകൾക്ക് പൗരത്വാവകാശങ്ങൾ നൽകാൻ ഇരുവരും ആഗ്രഹിക്കുന്നു. 4 മൂന്നാമത്തെ ഏതാണ്? ധാർമ്മികതയും രാഷ്ട്രീയ വേർപെടുത്തേണ്ടതില്ലെന്ന് ഇരുവരും വിശ്വസിച്ചു. അപ്പോൾ ഒന്നാമത്തേതും മൂന്നാമത്തേതും മാത്രമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. അവകാശങ്ങളുടെ പ്രത്യേകതകളിൽ ഉൾപ്പെടാത്തത്. 4 പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അവകാശങ്ങളുടെ പ്രത്യേകതകളിൽ ഉൾപ്പെടാത്ത ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന, സമൂഹത്തിന് പുറത്ത് അവകാശങ്ങൾ ഉണ്ടാകില്ല. 2, അവർക്ക് ഒരു ധാർമ്മിക അടിത്തറയുണ്ട്. 3, അവകാശങ്ങൾ സാർവത്രികമായിരിക്കണം, അവ സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും നൽകണം. 4, മുകളിൽ പറഞ്ഞവ എല്ലാം. അപ്പോൾ ഈ അവകാശങ്ങളുടെ പ്രത്യേകതകളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ബി, സി, ഡി ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ, ഉള്ളി 4. മുകളിൽ പറഞ്ഞവയെല്ലാം അതാണ് അവകാശങ്ങളുടെ പ്രത്യേകതകളിൽ ഉൾപ്പെടാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. പൊളിറ്റിക്കൽ സയൻസിന്റെ തത്വശാസ്ത്ര സമീപനവും മറ്റ് സമീപനങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇനി പറയുന്നവയിൽ ഏതാണ്? 4 ഓപ്ഷൻസ് താഴെ തന്നിട്ടുണ്ടല്ലേ? അതിൻ്റെ അകത്ത് പൊളിറ്റിക്കൽ സയൻസിന്റെ തത്വശാസ്ത്ര സമീപനവും മറ്റ് സമീപനങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവന, അനുഭവപരമായ ഡാറ്റയ്ക്കും സ്റ്റാറ്റിസ്റ്റിക്കൽ വിശകലനത്തിനും ഊന്നൽ നൽകുന്നു. 2, രാഷ്ട്രം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള മാനദണ്ഡപരമായ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടത്. 3, നിയമനിർമ്മാണം, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി തുടങ്ങിയ ഔപചാരിക ഘടനകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 4, നിയമത്തിന്റെ സൃഷ്ടാവും നിർവഹിക്കുന്ന ആളുമായി സംസ്ഥാനത്തെ പരിഗണിക്കുന്നു. 4 ഓപ്ഷൻസ് താഴെയുണ്ട്. എ, ബി, സി, ഡി ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ഉള്ളി 2. രണ്ടാമത്തേത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. പൊളിറ്റിക്കൽ സയൻസിന്റെ തത്വശാസ്ത്ര സമീപനവും മറ്റ് സമീപനങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇനി പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ഓൺലി 2. അതായത് രാഷ്ട്രം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള മാനദണ്ഡപരമായ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ. ഉദ്യോഗസ്ഥരെ ഒരു ശ്രേണിയിൽ നിർത്തുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഉദ്യോഗസ്ഥരെ ഒരു ശ്രേണിയിൽ നിർത്തുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? 1, വ്യക്തമായ അധികാരവും ഉത്തരവാദിത്വവും. 2, കാര്യക്ഷമമായ തീരുമാനമെടുക്കൽ. 3, മന്ദഗതിയിൽ ഉള്ള ആശയവിനിമയം. പട്ടിക 1, 2മായി പൊരുത്തപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പട്ടിക 1, 2. ഒന്നാമത്തെ എന്താണ്? ബ്യൂറോക്രാറ്റിക് തിയറി. പട്ടിക 1 എ, ബ്യൂറോക്രാറ്റിക് തിയറി. ബി, ഹ്യൂമൻ റിലേഷൻസ് തിയറി. സി, സയന്റിഫിക് മാനേജ്മെന്റ് തിയറി. ഡി, ക്ലാസിക്കൽ മാനേജ്മെന്റ് സിദ്ധാന്തം. ഓപ്ഷൻ പട്ടിക 2 എ, എഫ് ഡബ്ല്യു ടൈലർ. ബി, ഹെൻറി ഫയോൾ, മാക്സ് ബെയർ. ഡി, എൽട്ടൺ മായോ. അതിൽ 1, 2, 3, 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ചേരുംപടി ഏതാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ബി, സി, ഡി ഏതാണ് ചേരുംപടി ശരിയായിട്ടുള്ളത്?
ഓപ്ഷൻ എ ആണല്ലേ only one. അതായത് എ സി ബ്യൂറോക്രാറ്റിക് തിയറി, സി ആണ് ഏതാണ് മാക്സ് വെബർ, ബി ഏതാണ് ഹ്യൂമൻ റിലേഷൻസ് തിയറി അതാരാണ് എൽട്ടൺ മേയോ, സി സയന്റിഫിക് മാനേജ്മെന്റ് തിയറി അതാരാണ് FW ടൈലർ, ക്ലാസിക്കൽ മാനേജ്മെന്റ് സിദ്ധാന്തം അതാരാണ് ഹെൻറി ഫയോള്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇനി പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിലെ പൗരന്മാരല്ലാത്തവർക്ക് ലഭ്യമായ അവകാശം? 4 പ്രസ്താവനകൾ താഴെയുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ഇന്ത്യൻ പൗരന്മാരല്ലാത്തവർക്ക് ലഭ്യമായ അവകാശം? 1 ഭരണഘടനയിൽ 29-ാം വകുപ്പ്, 2 ഭരണഘടനയിൽ 21, 23, 25 വകുപ്പുകൾ, 3 ഭരണഘടനയിലെ 15, 16, 19, 4 മേൽപ്പറഞ്ഞവയെല്ലാം. ഓപ്ഷൻ എ ബി സി ഡി ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ only 2. ഏതാണത്? ഭരണഘടനയിലെ 21, 23, 25 വകുപ്പുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, JS മിൽ പറയുന്നതനുസരിച്ച് ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിൽ സമൂഹം ഇടപെടാതിരിക്കാനുള്ള പ്രാഥമിക കാരണം ഇതാണ്. JS മിൽ പറയുന്നതനുസരിച്ച് ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിൽ സമൂഹം ഇടപെടാതിരിക്കാനുള്ള പ്രാഥമിക കാരണം ഇതാണ്. പ്രസ്താവന 1 വ്യക്തികളിൽ അന്തർലീനമായ നന്മയുണ്ട്, അവർ ശരിയായ തെരഞ്ഞെടുപ്പുകൾ നടത്തും. 2 വ്യക്തികൾക്ക് അറിവുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് സമൂഹത്തിന് ഇല്ല. 3 സർക്കാർ ഇടപെടൽ എപ്പോഴും വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഹാനികരമാണ്. 4 വ്യക്തികൾ അവരുടെ സ്വന്തം ക്ഷേമം വിലയിരുത്തുന്നതിൽ ഏറ്റവും മികച്ചതാണ്. അപ്പോൾ ഓപ്ഷൻ എ ബി സി ഡി ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ only 4. അതായത് വ്യക്തികൾ അവരുടെ സ്വന്തം ക്ഷേമം വിലയിരുത്തുന്നതിൽ ഏറ്റവും മികച്ചതാണ്. അതുകൊണ്ടാണ് JS മിൽ പറയുന്നതനുസരിച്ച് ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിൽ സമൂഹം ഇടപെടാനുള്ള പ്രാഥമിക കാരണം ഏതാണ്? വ്യക്തികൾ അവരുടെ സ്വന്തം ക്ഷേമം വിലയിരുത്തുന്നതിൽ ഏറ്റവും മികച്ചതാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, പൊളിറ്റിക്കൽ റിയലിസത്തിന്റെ 2 പ്രധാന വക്താക്കൾ ഇനി പറയുന്നവർ ആരെല്ലാമാണ്? പൊളിറ്റിക്കൽ റിയലിസത്തിന്റെ 2 പ്രധാന വക്താക്കൾ ഇനി പറയുന്നവരിൽ ആരെല്ലാമാണ്? 1 EH കാർ ജോർജ് എഫ് കെന്നൻ, 2 റെയ്നോൾഡ് നെയ്ഫർ, കെന്നത്ത് W തോംസൺ, 3 CNJ സ്പെക്മാനും ഹാൻസ് ജെ മാർക്ഡവും, 4 മുകളിൽ പറഞ്ഞവയെല്ലാം. ഓപ്ഷൻ എ ബി സി ഡി ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ only 4. മുകളിൽ പറഞ്ഞവയെല്ലാമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ജനാധിപത്യ സിദ്ധാന്തത്തിലെ ആലോചനാപരമായ വഴിത്തിരിവിന് മുമ്പ് പ്രാഥമിക ശ്രദ്ധ കേന്ദ്രീകരിച്ചത്? ജനാധിപത്യ സിദ്ധാന്തത്തിലെ ആലോചനാപരമായ വഴിത്തിരിവിന് മുമ്പ് പ്രാഥമിക ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. പ്രസ്താവന 1 പൗരന്മാർക്കിടയിൽ ആലോചനയും സമമായ രൂപീകരണവും, 2 വ്യക്തിഗത മുൻഗണനകളുടെയും താല്പര്യങ്ങളുടെയും സംയോജനം, 3 പൊതു നയം രൂപപ്പെടുത്തുന്നതിൽ വിദഗ്ധരുടെ പങ്ക്, 4 നേരിട്ടുള്ള ജനാധിപത്യത്തിന്റെ പ്രാധാന്യം. ഓപ്ഷൻ എ ബി സി ഡി ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ only 2. വ്യക്തിഗത മുൻഗണനകളുടെയും താല്പര്യങ്ങളുടെയും സംയോജനം. The phrase magnum opus means, option A in bad faith, option B magnificent, option C method of working, option D masterpiece. The phrase magnum opus means masterpiece. Option D ആണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, no sooner had I set out dash it began to rain. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ when, ഓപ്ഷൻ ബി then, ഓപ്ഷൻ സി than, ഓപ്ഷൻ ഡി since. ഏതാണ് ശരി ഉത്തരം? no sooner had I set out than it began to rain. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, the opposite of assent is, ഓപ്ഷൻ എ detract, ഓപ്ഷൻ ബി retreat, ഓപ്ഷൻ സി dearrange, ഓപ്ഷൻ ഡി decent. ഏതാണ് ശരി ഉത്തരം? the opposite of assent is descent. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, if I ever find my glasses I think I will have dash replaced. ഓപ്ഷൻ എ it, ഓപ്ഷൻ ബി them, ഓപ്ഷൻ സി it's, ഓപ്ഷൻ ഡി none. ഏതാണ് ശരി ഉത്തരം? if I ever find my glasses
I think I will have them replaced. Option B ആണ് correct answer. അടുത്ത question. Where is my umbrella? She asked. Change into indirect. Where is my umbrella? She asked. Change into indirect. Option നോക്കാം. Option A. She told where is my umbrella. Option B. She asked where her umbrella was. Option C. She asked where was the umbrella. Option D. None. ഏതാണ് ശരി ഉത്തരം? Option B ആണ് correct answer. She asked where her umbrella was. അടുത്ത question. Neither the girl nor her brother dash passed. Option A have, option B did, option C do, option D has. ഏതാണ് ശരി ഉത്തരം? Neither the girl nor her brother have passed. Option A ആണ് correct answer. Filling the blanks with the correct forms of verbs. Filling the blanks with the correct forms of verbs. Raju enjoys dash the dramas of Shakespeare. Option A read, option B reading, option C to read, option D to be reading. Raju enjoys reading the dramas of Shakespeare. Option B ആണ് correct answer. അടുത്ത question. Collective noun for guns is. Collective noun for guns is. Option A cave, option B brace, option C battery, option D bask. Collective noun for guns is battery. Option C ആണ് correct answer. അടുത്ത question. Chaos means option A paradise, option B complete disorder or confusion, option C bussy, option D salute. Chaos means complete disorder or confusion. Option B ആണ് correct answer. അടുത്ത question. One who eats too much is. One who eats too much is. Option A stoic, option B glutton, option C egotist, option D greedy. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. glutton. One who eats too much is glutton. അടുത്ത ക്വസ്റ്റ്യൻ. She plays dash violin. Option A, option B an, option C the, option D none of these. She plays the violin. Option C ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. He works dash to pass the examination. Option A hardest, option B harder, option C harder, option D hardly. He works hard to pass the examination. Option B ആണ് correct answer. അടുത്ത question. Mary is dash friend of the class. Option A in, option B at, option C from, option D on. Mary is in front of the class. Option A ആണ് correct answer. അടുത്ത question. The members of the jury dash to convene at 4 o'clock. Option A is, option B are, option C has, option D had. The members of the jury are to convene at 4 o'clock. Option B ആണ് correct answer. അടുത്ത question. Nitin won't be a late dash. Question ആണ്. Question ഏതാണ്? Question option A is he, option B is he, option C will he, option D won't he. Nitin won't be late. Will he ആണ് correct answer. അടുത്ത question. A group of men dash creating a trouble. A group of men dash creating trouble. Option A was, option B were, option C being, option D have been. ഏതാണ്? A group of men was creating trouble. A group of men was creating trouble. Option A ആണ് correct answer. Write one word for the following group of words. One who is experienced in a field. One who is experienced in a field. Option A amateur, option B veteran, option C senior, option D junior. ഏതാണ് ശരി ഉത്തരം? One who is experienced in a field amateur. Option A ആണ് correct answer.
അടുത്ത ക്വസ്റ്റ്യൻ all the milk dash sour. Option A was, option B were, option C are, option D has. All the milk was sour. Option A ആണ് correct answer. അടുത്ത ക്വസ്റ്റ്യൻ he dashed to arrive at 8 o'clock but he is late. Option A expected, option B is expected, option C has been expected, option D was expected. He has been expected to arrive at 8 o'clock but he is late. Option C ആണ് correct answer. അടുത്ത question this boy is afraid dash the dog. Option A of, option B with, option C in, option D by. This boy is afraid of the dog. Option A ആണ് correct answer. You should do it dash you like it or not. Option A whether, option B although, option C that, option D than. You should do it whether you like it or not. Option A ആണ് correct answer. അടുത്ത question the synonym of enmity is, option A angularity, option B oddity, option C eccentricity, option D hostility. ഏതാണ് ശരി ഉത്തരം? Option D ആണ് correct answer. Hostility. അടുത്ത question the lady asked, option A why the child is crying, option B why the child was crying, option C why is the child crying, option D why was the child crying. ഏതാണ് ശരി ഉത്തരം? the lady asked why the child was crying. Option B ആണ് correct answer. അടുത്ത question he is dash FBI agent. Option A, option B an, option C the, option D none. He is an FBI agent. Option B ആണ് correct answer. I was given a book is the passive form of, option A someone is giving me a book, option B someone has given me a book, option C someone gives me a book, option D someone gave me a book. I was given a book is the passive form of someone gave me a book. Option D ആണ് correct answer. അടുത്ത question the meaning of linger is, option A hurry, option B quicken, option C loiter, option D break. The meaning of linger is loiter. Option C ആണ് correct. ഒരു കപ്പല് 120 കിലോമീറ്റർ നീളമുള്ള ഒരു വഴി കടക്കുന്നു. കപ്പൽ മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗതയിൽ പോകുന്നു. യാത്ര എത്ര മണിക്കൂർ കൊണ്ടാണ് പൂർത്തിയാകുക? ഒരു കപ്പല് 120 കിലോമീറ്റർ നീളമുള്ള ഒരു വഴി കടക്കുന്നു. കപ്പൽ മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗതയിൽ പോകുന്നു. യാത്ര എത്ര മണിക്കൂർ കൊണ്ടാണ് പൂർത്തിയാകുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? എങ്ങനെ കണ്ടുപിടിക്കാം? ഏതാണ് ശരി ഉത്തരം? 4 മണിക്കൂറാണ് ശരി ഉത്തരം. അതെങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? സമയത്തിന്റെ സൂത്രവാക്യം ഓർത്തിരിക്കുക. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. അപ്പൊ നമുക്കത് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. എങ്ങനെയാ ഓർത്തിരിക്കേണ്ടത്? ടി ഈസ് ഈക്വൽ ടു ഡി ബൈ എസ് എന്ന് ഓർത്താൽ മതി. നിങ്ങൾ ഓർക്കുക, ടി ഈസ് ഈക്വൽ ടു ഡി ബൈ എസ്. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. അപ്പൊ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം അല്ലെ? 120 ഡിവൈഡഡ് ബൈ 30 എത്രയാണ്? 4 അവർ, 4 മണിക്കൂറിന് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഈ ഫോർമുല ഓർത്തിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. അതിൻ്റെ അകത്ത് അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റിയില്ലെങ്കിൽ ടി ഈസ് ഈക്വൽ ടു ഡി ബൈ എസ് എന്ന് ഓർത്താൽ മതി കേട്ടോ. ടി ഈസ് ഈക്വൽ ടു ഡി ബൈ എസ് എന്ന്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യം. ഒരു ഉൽപ്പന്നത്തിന്റെ വില 500 രൂപയിൽ നിന്ന് 600 രൂപയായി വർദ്ധിച്ചു. വിലയുടെ വർധനയുടെ ശതമാനം എത്ര? വില വർധനയുടെ ശതമാനം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ഉൽപ്പന്നത്തിന്റെ വില 500 രൂപയിൽ നിന്ന് 600 രൂപയായി വർദ്ധിച്ചു. വില വർധനയുടെ ശതമാനം എത്ര? അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? 4 ഓപ്ഷൻ ഉണ്ട്, നമുക്ക് നോക്കാം. അതിന് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? നമുക്ക് വില വർധനയുടെ ശതമാനമാണ് കാണേണ്ടത് അല്ലെ? അതായത് പെർസെന്റേജ് ഇൻക്രീസ്. അതിന് നമ്മൾ ഫോർമുല ഉണ്ട്. എങ്ങനെയാണ്? ഇൻക്രീസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഇൻറ്റു 100. അതായത് ഇൻക്രീസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ പ്രൈസ് ഇൻറ്റു 100. അതായത് 600 മൈനസ്
500 ഡിവൈഡഡ് ബൈ 500 ഇൻറ്റു 100. അതായത് ഏതാണ് ഒരു ഉൽപ്പന്നത്തിന്റെ വില എത്രയാണ്? 500 രൂപയിൽ നിന്ന് 600 രൂപയാണ് വർദ്ധിച്ചത് അല്ലേ? അപ്പോൾ 600 രൂപ. അപ്പം ഇൻക്രീസ് ചെയ്ത് എത്രയാന്ന് കണ്ടുപിടിക്കാൻ എത്രയാന്ന് നോക്കണ്ടേ? 600 മൈനസ് 500 നോക്കിയാൽ മതി. അപ്പൊ അത് 100 അല്ല ഇൻക്രീസ് ആയത്. അപ്പൊ 600 മൈനസ് 500 ഡിവൈഡഡ് ബൈ ഒറിജിനൽ പ്രൈസ്. ഒറിജിനൽ പ്രൈസ് എത്രയാണ്? 500 രൂപ. 500 ഇൻറ്റു 100. അപ്പോൾ എത്ര വരും? 100 ബൈ 500 ഇൻറ്റു 100 സമം 20%. എത്രയാണ്? 20%. അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ ഫോർമുല ഓർത്തിരിക്കുക. പെർസെന്റേജ് ഇൻക്രീസ് ചോദിക്കുകയാണെങ്കിൽ അതിന് ഇൻക്രീസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ പ്രൈസ് ഇൻറ്റു 100. ഇൻക്രീസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ പ്രൈസ് ഇൻറ്റു 100 എന്ന് ഫോർമുല ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം. വിദ്യാർത്ഥികളുടെ മാർക്ക് 60, 70, 80, 90, 100. ശരാശരി മാർക്ക് എത്ര? വിദ്യാർത്ഥികളുടെ മാർക്ക് 60, 70, 80, 90, 100. ശരാശരി മാർക്ക് എത്ര? ശരാശരി മാർക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. എങ്ങനെയാണ് ശരാശരി മാർക്ക് കണ്ടുപിടിക്കുന്നത്? ശരാശരി മാർക്ക് കണ്ടുപിടിക്കാൻ സം ഓഫ് മാർക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. അതായത് സം ഓഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ എത്ര കുട്ടികളുണ്ടോ ആ മാർക്ക് മുഴുവൻ കൂട്ടുക, അതിനുശേഷം എത്ര എണ്ണമാണോ അതുകൊണ്ട് ഹരിക്കുക. അപ്പോൾ എത്രയാണ് ഇവിടെ? 60 പ്ലസ് 70 പ്ലസ് 80 പ്ലസ് 90 പ്ലസ് 100 ഡിവൈഡഡ് ബൈ എത്ര പേരാണ്? 5 കുട്ടികളാണല്ലോ അല്ലെ? ഡിവൈഡഡ് ബൈ 5. അപ്പോൾ 400 ഭാഗം 5 സമയം എത്രയാണ്? 80. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓർത്തിരിക്കുക, സം ഓഫ് മാർക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. മൊത്തം കുട്ടികളുടെ മാർക്ക് കൂട്ടുക, അതിനുശേഷം എത്ര കുട്ടികളാണോ ഉള്ളത് ആ കുട്ടികളുടെ എണ്ണം കൊണ്ട് ഹരിക്കുക. അപ്പൊ കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടും. അടുത്ത ചോദ്യം. ഒരു കാറ് 1.5 ലക്ഷം രൂപയ്ക്ക് വിലയുള്ളതാണ്. 75,000 രൂപ മുൻകൂട്ടി നൽകി. ബാക്കി തുക 12 മാസത്തിനുള്ളിൽ തുല്യമായ തുകകളായി നൽകണം. പ്രതിമാസം എത്ര രൂപ നൽകണം? എല്ലാവരും കാറൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ മൊത്തം പൈസ ഒരുമിച്ച് കൊടുക്കാനില്ലാത്തപ്പോൾ കുറച്ച് പൈസ ആദ്യം കൊടുക്കും, അതിനുശേഷം ബാക്കി തുക പിന്നീട് മാസങ്ങളായിട്ട് അടച്ചു കൊടുക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് എങ്ങനെ പ്രതിമാസം രൂപ ഇവിടെ നൽകണം, എത്ര രൂപ നൽകണം എന്ന് കണ്ടുപിടിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു കാറ് 1.5 ലക്ഷം രൂപയ്ക്ക് വാങ്ങി. 1.5 ലക്ഷം രൂപ വിലയുള്ളതാണ്. 75,000 രൂപ മുൻകൂട്ടി നൽകി. ബാക്കി തുക 12 മാസത്തിനുള്ളിൽ തുല്യമായ തുകകളായി നൽകണം. പ്രതിമാസം എത്ര രൂപ നൽകണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതെങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് നോക്കാം എങ്ങനെ കണ്ടുപിടിക്കാന്ന്. ബാക്കി തുക എത്രയാണ്? 1.5 ലക്ഷം മൈനസ് 75,000 എത്രയാണ്? അപ്പോൾ അറിയാം, എല്ലാവർക്കും അറിയാം, 75,000 രൂപയാണ് ബാക്കി തുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പൊ 1.5 ലക്ഷം രൂപ വിലയുള്ള ഒരു കാറാണ്, അത് 75,000 ആണ് നമ്മൾ മുൻകൂട്ടി നൽകിയത്. ഇനി ബാക്കി എത്ര നൽകാനുണ്ട്? 75,000 രൂപയും കൂടെ നൽകാനുണ്ട്. 1.5 ലക്ഷം മൈനസ് 75,000 സമം 75,000. മാസങ്ങളെ തുല്യമായിട്ട് പിരിച്ചെടുക്കണം. അതിന് എത്രയാണ് നൽകേണ്ടത്? എളുപ്പമുണ്ടല്ലേ? എത്ര മാസമാണ് ഉള്ളത്? 12 മാസമാണല്ലേ? അപ്പോൾ 12 മാസത്തിനുള്ളിൽ തുല്യമായ തുകകളായിട്ട് വിഭജിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്നാ ചെയ്യണം? 75,000 ഭാഗം 12 എത്ര വെച്ച് നൽകണം? 6,250 രൂപ. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അതിൻ്റെ അകത്ത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ്റെ അകത്ത് ഇല്ല അല്ലേ? അപ്പോൾ 6,250 ആണ് കറക്റ്റ് ആൻസർ. 6,250. അടുത്ത ചോദ്യം. ഒരു ടീമിന്റെ ശരാശരി പ്രായം 20 ആണ്. 10 പേർ ഉണ്ടെങ്കിൽ മൊത്തം പ്രായം എത്ര? ഒരു ടീമിന്റെ ശരാശരി പ്രായം 20 ആണ്. 10 പേർ ഉണ്ടെങ്കിൽ മൊത്തം പ്രായം എത്ര? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റും? എങ്ങനെയാണ്? ആവറേജ്, അതായത് മൊത്തം പ്രായം ആവറേജ് കണ്ടുപിടിക്കാൻ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ, അതായത് ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ എന്നാണ് അതിന്റെ ഫോർമുല. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടോട്ടൽ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ടോട്ടൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആവറേജ് ഇൻറ്റു നമ്പർ, അതായത് 20 ഇൻറ്റു 10 സമം 200. കണ്ടോ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഫോർമുല ഓർത്തിരിക്കുക. ആവറേജ് സമം ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ. അപ്പോൾ ഇതിന്റെ അകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ ആണ്. അപ്പൊ എന്നാ ചെയ്യണം? ആവറേജ് ഇൻറ്റു നമ്പർ, അതായത് 20, ഇവിടെ 20 ഇൻറ്റു 10 200. അടുത്ത ചോദ്യം. 800ന്റെ 25% എത്ര? 800ന്റെ 25% എത്ര? അപ്പോൾ ഇവിടെ 25% എന്ന് പറയാം, അത് നമുക്ക് നോക്കാം അല്ലെ?
25% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25 ഡിവൈഡഡ് ബൈ 100 എന്നാണ് അല്ലേ? അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ 25% എന്ന് പറഞ്ഞാൽ 25 ഡിവൈഡഡ് ബൈ 100 ആണ്. അപ്പോൾ 25 ഡിവൈഡഡ് ബൈ 100 ആണ്. അപ്പോൾ 800 × 25% എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 800 ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 100 എത്രയാണ് വരുന്നത്? 200 അല്ലേ? 200. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ബസ് മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിൽ 3 മണിക്കൂർ സഞ്ചരിച്ചാൽ ദൂരം എത്ര? ഒരു ബസ് മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിൽ 3 മണിക്കൂർ സഞ്ചരിച്ചാൽ ദൂരം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ഫോർമുല ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? അതിന്റെ ഫോർമുല എന്താണ്? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഇവിടെ ദൂരമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ദൂരം ചോദിക്കുമ്പോൾ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. അപ്പോൾ 60 × 3 = 180 കിലോമീറ്റർ. ഓർത്തിരിക്കുക, ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. അടുത്ത ചോദ്യം. 4000 രൂപ 5% പലിശയിൽ 3 വർഷം നിക്ഷേപിച്ചാൽ പലിശ എത്ര? ഇവിടെ നമുക്ക് ഫോർമുല ഉപയോഗിക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 4000 രൂപ 5% പലിശയിൽ 3 വർഷം നിക്ഷേപിച്ചാൽ പലിശ എത്ര? ഫോർമുല ഉപയോഗിക്കാതെ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? 4000 രൂപ 5%. അപ്പൊ എങ്ങനെയാണ്? 4000 ഇൻറ്റു 5/100. 5% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5/100 ആണ് അല്ലേ? അപ്പൊ 4000 ഇൻറ്റു 5/100 എത്ര വരും? 200 വരും അല്ലേ? അപ്പോൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ബാക്കി എത്രയാണ്? അത് 3 വർഷം നിക്ഷേപിച്ചാൽ പലിശയാണ് ചോദിച്ചേക്കുന്നത്. 3 വർഷം നിക്ഷേപിച്ച പലിശ കണ്ടുപിടിക്കാൻ എന്നാ ചെയ്യണം? 200നെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. എത്രയാണ്? 600. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. മറ്റേത് ഫോർമുല എല്ലാം തന്നെ ഉപയോഗിച്ച് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓർത്തിരിക്കുക, 4000 രൂപയുടെ 5% ആദ്യം കണ്ടുപിടിക്കുക. അതിനെ 3 എത്ര വർഷമാണോ തന്നിട്ടുള്ള ആ വർഷം കൊണ്ട് ഗുണിച്ചാൽ നിക്ഷേപിച്ച പലിശ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ 4000 ഇൻറ്റു 5/100 = 200 ആണ്. അപ്പോൾ അത് 3 വർഷം നിക്ഷേപിച്ചാൽ പലിശയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 200 × 3 = 600. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്ന് നീരാഞ്ജനം, ബി നീരാഞ്ജനം, ഓപ്ഷൻ സി നീരാജനം, ഓപ്ഷൻ ഡി നീലാഞ്ജനം. ഏതാണ് ശരിയായിട്ടുള്ള പദം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, നീലാഞ്ജനം. അടുത്ത ക്വസ്റ്റ്യൻ. ധനത്തിൽ എന്ന പദം പിരിച്ചെഴുതിയാൽ, ധനത്തിൽ എന്ന പദം പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ എ ധനം പ്ലസ് ഇല്ല്, ഓപ്ഷൻ ബി ധനത്തെ അധികം ഇല്ല്, ഓപ്ഷൻ സി ധനം അധികം തില്ല്, ഓപ്ഷൻ ഡി ധന അധികം തില്ല്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ധനം അധികം ഇല്ല്. അടുത്ത ക്വസ്റ്റ്യൻ. എല്ലാവരും സത്യം പറയണം അടിവരയിട്ട ക്രിയാപദം ഏതു പ്രകാരത്തിൽ പെടുന്നു? എല്ലാവരും സത്യം പറയണം അടിവരയിട്ട ക്രിയാപദം ഏത് പ്രകാരത്തിൽ പെടുന്നു? അടിവരയിട്ട ക്രിയാപദം ഏതാണ്? പറയണം അല്ലെ? അത് ഏത് പ്രകാരത്തിൽ പെടുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ നിർദ്ദേശകമാണോ, ഓപ്ഷൻ ബി നിയോജകം, ഓപ്ഷൻ സി അനുജ്ഞായകം, ഓപ്ഷൻ ഡി വിധായകം. ഏത് പ്രകാരമാണ്, ഏത് പ്രകാരത്തിൽ പെടുന്നു? വിധായക പ്രകാരത്തില് പെടുന്നു. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഭൂഷണം എന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക. ഭൂഷണം എന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക. ഓപ്ഷൻ നോക്കാം നമുക്ക്. ഓപ്ഷൻ എ അഭൂഷണം, ഓപ്ഷൻ ബി ദൂഷണം, ഓപ്ഷൻ സി വിഭൂഷണം, ഓപ്ഷൻ ഡി അനഭൂഷണം. ഏതാണ് ഭൂഷണം എന്ന പദത്തിന്റെ വിപരീത പദം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ദൂഷണം. അടുത്ത ക്വസ്റ്റ്യൻ. കുട്ടികളിൽ വായനാശീലം വളർത്താൻ മുതിർന്നവർ ശ്രദ്ധിക്കണം. ഈ വരിയിലെ തെറ്റായ പദം കണ്ടെത്തുക. കുട്ടികളില് വായനാശീലം വളർത്താൻ മുതിർന്നവർ ശ്രദ്ധിക്കണം. ഈ വരിയിലെ തെറ്റായ പദം ഏതാണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ കുട്ടികളിൽ, ഓപ്ഷൻ ബി വായനാശീലം, ഓപ്ഷൻ സി വളർത്താൻ, ഓപ്ഷൻ ഡി മുതിർന്നവർ ശ്രദ്ധിക്കണം. ഏതാണ് തെറ്റായ പദം? ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, വായനാശീലം. അതാണ് തെറ്റായ പദം. VKN എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. VKN എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായർ. വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായർ. അടുത്ത ക്വസ്റ്റ്യൻ.
നജീബ് ഏത് കൃതിയിലെ പ്രധാന കഥാപാത്രമാണ്? നജീബ് ഏത് കൃതിയിലെ പ്രധാന കഥാപാത്രമാണ്? ബാല്യകാല സഖിയ, ഓപ്ഷൻ ബി ദൈവത്തിന്റെ കണ്ണ്, ഓപ്ഷൻ സി ഖുറൈശിക്കൂട്ടം, ഓപ്ഷൻ ഡി ആടുജീവിതം. ഏതാണ് ഇതിന്റെ അകത്ത് ശരിയായ ഉത്തരം? നജീബ് ഏത് കൃതിയിലെ പ്രധാന കഥാപാത്രമാണ്? ആടുജീവിതം. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. അധികാരം കയ്യണം ആദ്യം നാം അതിനു മേലാകട്ടെ പൊന്നാര്യൻ എന്ന വിപ്ലവാഹ്വാനം നൽകിയ കവിയാണ് ആര്? അധികാരം കൊയ്യണമാദ്യം നാം അതിനു മേലാകട്ടെ പൊന്നാര്യൻ എന്ന വിപ്ലവാഹ്വാനം നൽകിയ കവിയാണ് ആര്? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ആരാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. അടുത്ത ക്വസ്റ്റ്യൻ. 2012 വയലാർ അവാർഡിന് അർഹമായ അന്തിമഹാകാലം എന്ന കൃതിയുടെ കർത്താവാര്? 2012 വയലാർ അവാർഡിന് അർഹമായ അന്തിമഹാകാലം എന്ന കൃതിയുടെ കർത്താവാരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ആരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്നതിന്റെ യഥാർത്ഥ മലയാള വിവർത്തനം കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുക്കുക. അതായത് ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷന്റെ അകത്ത് നിന്ന് തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്നതിന്റെ യഥാർത്ഥ മലയാള വിവർത്തനം ഏതാണ് ഈ കൂട്ടത്തിൽ നിന്ന്? കാര്യം നടത്തിപ്പിൽ യാതൊരു പങ്കുമില്ലാത്ത വ്യാപാര പങ്കാളി. ആരാണ്? ഏതാണ് ശരി ഉത്തരം? കാര്യം നടത്തിപ്പില് യാതൊരു പങ്കുമില്ലാത്ത വ്യാപാര പങ്കാളി. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.